PM ശ്രീ പദ്ധതി എത്രയും വേഗം സർക്കാർ സ്കൂളുകളിലും നടപ്പിലാക്കണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. പദ്ധതി വൈകുന്നതിലൂടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകേണ്ട മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടമാകുന്നതിലാണ് ആശങ്ക. പദ്ധതി നടപ്പിലാക്കിയാൽ കേന്ദ്ര സർക്കാർ സിലബസിലിടുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് അധ്യാപകരും പറയുന്നു. ആദ്യം പ്രതികരണങ്ങൾ കാണാം. സാധാരണക്കാരൻ്റെ മക്കൾക്കും പഠിക്കണ്ടേ? ഇവിടെ നടപ്പിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു അധ്യാപികയാണ്. സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും ഇത് നടപ്പിലാക്കിയാൽ അവർക്ക് പ്രയോജനപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അറിയാതെയാണ് എതിർക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അനഘാകർഷനുണ്ട് കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അനഘ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകളൊക്കെ, അതായത് ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് PM ശ്രീ നടപ്പിലാക്കുന്നത്, PM ശ്രീക്ക് എങ്ങനെയാണ് സിലബസുമായി ബന്ധമില്ലാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിലടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം സാധാരണക്കാരൻ്റെ മക്കൾക്ക് വലിയ രീതിയിൽ ഗുണകരമാകേണ്ട ഒരു പദ്ധതി അത് നടപ്പിലാക്കാൻ ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ സമ്മതിക്കുന്നുമില്ല. അനഘ, നോക്കൂ പ്രജിത്ത്, ഇന്ത്യയിലെ 25-ലധികം സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. മാഹിയിൽ ഒരു സ്കൂളിൽ, ഒരു സർക്കാർ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലുണ്ട്. അതുപോലെ മാഹിയിലെ ഒരു സ്കൂളിലും ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്, അതായത് കേരളത്തിൽ വലിയ രീതിയിൽ ഇടത് വലത് പക്ഷങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ അതുവഴി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടാകും, സിലബസിൽ ഇടപെടലുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രചരണങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ സ്കൂളുകളിലെ എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് പ്രധാന അധ്യാപകരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ഘട്ടത്തിൽ തങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ സ്കൂളുകളിലാണ്. ഈ ഒരു ഘട്ടത്തിലോ കേന്ദ്ര സർക്കാരിന്റെയോ മറ്റൊരു ഇടപെടൽ സിലബസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ അവരത് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ പദ്ധതിക്കെതിരെ ഏറ്റവും അധികം ഇവർ ഉയർത്തി കാണിച്ചിരിക്കുന്ന ഒരു ആരോപണമായിരുന്നു അതിവിടെ പൊളിഞ്ഞു വീഴുകയാണ്. മറ്റൊന്ന്, ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നതും PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്ന് തന്നെയാണ്. ഇതിൽ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ത് എന്നറിയില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണ് പദ്ധതി എന്നുള്ളത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അറിയാം എന്നുള്ളതാണ്. പക്ഷെ പദ്ധതിയുടെ മെറിറ്റ് പലപ്പോഴും മറച്ചു വെച്ചുകൊണ്ട് മറ്റു പലതും പ്രചരിപ്പിക്കാനുള്ള വലിയ നീക്കം കേരളത്തിൽ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പദ്ധതിയുടെ മെറിറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്, അതായത് പിണറായി സർക്കാരിന്റെ കാലത്തും അതുപോലെ VD സതീശൻ സർക്കാരിന്റെ കാലത്തുമൊക്കെ ഈ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഇവിടെയുള്ള ജിഹാദികൾ അല്ലെങ്കിൽ മറ്റു പലരുടെയും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ് BJP അടക്കം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാരുകൾ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഒരുപക്ഷേ കേരളത്തിലെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ 700ഓളം വരുന്ന സ്കൂളുകളാണ്, സർക്കാർ സ്കൂളുകളാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുക. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ ഉയർന്നു എന്ന് ചോദിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയിലേക്ക് വരും. അത് നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന് കൈയടി ലഭിക്കും. ഇത് ലഭിച്ചാൽ അത് നിലവിലെ സർക്കാരിനും അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് വലിയ ആഘാതം ഉണ്ടാക്കും. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൈയടി കിട്ടുന്നതിൽ വലിയ താല്പര്യമില്ലാത്തവരാണ് ഇവിടെയുള്ള ഇടത് വലത് പക്ഷം എന്നുള്ളത് കൃത്യമായി കേരള സമൂഹത്തിന് അറിയാം. ഇതൊക്കെ കൊണ്ടാണ് ഈ പദ്ധതിയെ ഇത്രയധികം എതിർക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും പറയുന്നത് PM ശ്രീ പദ്ധതി സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്ന് തന്നെയാണ്. പ്രജിത്ത്.